പ്രിയപ്പെട്ട കർക്കിടകം രാശിക്കാരെ, നിങ്ങൾക്ക് ഈ മാസം പൊതുവായി സാമ്പത്തികം, വസ്തു, ഭൂമി, വാഹനം, സന്താനം എന്നീ വിഷയങ്ങളിൽ അല്പം പ്രതികൂല ഫലങ്ങളും, പഠനം, ജോലി, ബിസിനസ്, കുടുംബം, വിവാഹം, ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ അനുകൂല ഫലവും ഉണ്ടായി വരും. കർക്കിടകം രാശിക്കാരായ നിങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവസരങ്ങളെ നിങ്ങളുടെ കൺമുന്നിൽ വരുമ്പോൾ വിട്ടുകളയുക എന്നുള്ളതാണ്. പിന്നീട് അതേ അവസരത്തിനു വേണ്ടി ഒരുപാട് കാലം കാത്തിരിക്കേണ്ടതായും ആ അവസരം കൊണ്ട് നേടേണ്ടതായ നേട്ടത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ട് തന്നെ അവസരങ്ങളെ വരുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് അവ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ വേണ്ട ഒരു അറിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് നൽകുക. നമ്മൾക്കിനി ഓരോ കാര്യങ്ങളിലേക്കും വിശദമായിട്ട് പോകാം. കർക്കിടകം രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കടബാധ്യതകളുടെ പലിശകൾ അടക്കേണ്ടി വരിക, അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി കടം കൊടുക്കേണ്ടി വരിക, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഈ മാസം വരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. നിങ്ങളുടെ ജാതകത്തിലെ സമയം അനുകൂലമല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അത്യാവശ്യത്തിന് ദാനധർമ്മങ്ങളുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. വലിയ രീതിയിലുള്ള തുകകൾ നമ്മൾക്ക് ചികിത്സ, വേണ്ടപ്പെട്ടവർക്ക് കടമായി കൊടുക്കുക, കടം അടക്കേണ്ടി വരിക എന്നീ വിഷയങ്ങളൊക്കെ മുന്നിൽ ഉണ്ടാകുമ്പോൾ അത് യഥാവിധി അന്വേഷിച്ചറിഞ്ഞ് യുക്തിപരമായിട്ടുള്ള തീരുമാനം നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങൾക്ക് അനുകൂലമാവുന്ന വിധം എടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. വസ്തുവകകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കർക്കിടകം രാശിക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ നഷ്ടത്തോടെ കൊടുക്കേണ്ടി വരാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിൽക്കുന്നതിനേക്കാൾ കുറച്ച് അനുകൂല സമയം വില കൂടുതൽ ലഭിക്കുമ്പോൾ വിൽക്കുന്നതായിരിക്കും ഉചിതമായിട്ട് വരിക. പഠന വിഷയത്തിൽ കർക്കിടകം രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ്. കർക്കിടകം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വിദേശവാസം അനുകൂലമായിട്ട് തന്നെ വരും. വിദേശത്ത് പോയി പഠിച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് ഗുണകരം. ജോലി സംബന്ധമായ വിഷയത്തിലും കർക്കിടകം രാശിക്കാർക്ക് ഗുണം ആണ് കാണുന്നത്. പ്രത്യേകിച്ചും ട്രാവൽ, ടൂറിസം, ഹോട്ടൽ, ഭക്ഷണം, ഫാമിംഗ് മുതലായ ജോലികളിൽ തീർച്ചയായും മുഴുകുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അത് തരണം ചെയ്ത് ഉയർച്ച കൈവരിക്കാനാകും. പ്രത്യേകിച്ചും കൺസ്ട്രക്ഷൻ, ആർക്കിടെക്ചർ, സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ബിസിനസ്സോ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബ വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അഭിമാനം, കുടുംബത്തിൽ നിങ്ങൾക്ക് ഉള്ള ബഹുമാനം ഇവയൊക്കെ ഉയരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ആശയവിനിമയങ്ങൾ ഇല്ലാതിരുന്ന കുറെ നാളുകൾക്ക് വിരാമമിട്ടുകൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തുറന്ന് സംസാരിക്കുന്ന അവസരങ്ങളും വിഷയങ്ങളും ഒക്കെ വരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. വിവാഹം വിഷയത്തിൽ വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് അത് നടക്കുവാനും വിവാഹിതരായവർക്ക് പ്രയാസങ്ങളില്ലാതെ മുന്നോട്ടു പോകുവാനും ഉള്ള അനുകൂല സാഹചര്യങ്ങൾ ലഭ്യമാകും. സന്താന വിഷയത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങൾക്ക് വിദേശവാസം ഉണ്ടാകാം. അതുപോലെ തന്നെ സന്താനങ്ങൾ അവർക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരുന്ന അവസ്ഥകളോ കാര്യങ്ങളോ ഉണ്ടാകാം. സന്താനങ്ങൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പോകുവാനും ഉള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ സന്താനങ്ങളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും അവർക്ക് നന്മയുള്ള കാര്യങ്ങൾ ഏത് എന്ന് മനസ്സിലാക്കി അവരെ ആ ഒരു വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക. ആരോഗ്യ വിഷയത്തിൽ പൊതുവെ കർക്കിടകം രാശിക്കാർ ഈ മാസം അനുഗ്രഹീതരാണ്. അതുകൊണ്ട് തന്നെ
വലിയ രീതിയിലുള്ള പ്രയാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകില്ല. എങ്കിലും നല്ല രീതിയിലുള്ള ദിനചര്യകളും വ്യായാമവും ശീലിക്കുന്നത് ഉത്തമമാണ്. പരിഹാരമായിട്ട് കർക്കിടകം രാശിക്കാർക്ക് ഭദ്രകാളിക്ക് സമർപ്പണങ്ങൾ ചെയ്യാം. നിങ്ങളുടെ കുലദേവതയെ തീർച്ചയായിട്ടും വന്ദിക്കുക, നിത്യേന സ്മരിക്കുക, പിതൃക്കൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. എല്ലാറ്റിലും ഉപരി നിത്യേന ജപം, ധ്യാനം എന്നിവ ശീലിക്കുന്നത് ഗുണകരമായിട്ട് മാറും. ഏവർക്കും നന്ദി, നമസ്കാരം.